ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ ഇടവപ്പള്ളിയായ കാക്കനാട് സെൻറ്റ് മൈക്കിൾസ് ചർച്ചിൻ്റെ മുന്നിലാണ്. ഇവിടെ ഇന്ന് യൂത്ത് ഡേ ആയിട്ട് KCIM യൂത്ത് ഡേ ആയിട്ട് അതിൻ്റെ ആഘോഷമൊക്കെയാണ് നടക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് പലരും. അപ്പോൾ എന്താണ് പറയുക, അതിനൊരു താങ്ങായിട്ട് ഇവരൊരു 25 വൃക്ഷത്തൈകൾ ഈ പള്ളി കോമ്പൗണ്ടിൽ നടന്നുണ്ട്. അതിൻ്റെ ഒരു വിശേഷങ്ങളടങ്ങിയ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പോകുന്നത്. എന്തായാലും ആ വിശേഷങ്ങളിലേക്ക് പോകാം. ഞാൻ മറ്റൊരു കാര്യം ഈ വീഡിയോയിൽ പറഞ്ഞതാണ്, നിങ്ങൾ ആദ്യം തന്നെ പള്ളിയുടെ മുമ്പിലുള്ള ഡാൻസ് ആ മ്യൂസിക്കോടുകൂടി കേൾപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, ഇങ്ങനെ പലരും കാണുമ്പോൾ പറയാറുണ്ട് എന്തെന്ന് ഈ പള്ളിയുടെ മുമ്പിൽ കിടന്ന് കാണിക്കണം, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ മുമ്പിൽ കിടന്ന് കാണിക്കണത് എന്നുള്ള, അല്ലെങ്കിൽ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ കിടന്ന് കാണിക്കണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ പറയണത് കുറച്ചൊക്കെ അവരെ ആഘോഷിച്ചോട്ടെ, അവരെ കളിക്കാനും വിടാണ്ട് വീട്ടിൽ പൂട്ടിയിട്ടിട്ട് പിന്നീട് ഭാവിയിൽ വലുതായി കഴിയുമ്പോൾ അവനാരോടും മിണ്ടണില്ല, അവന് പുറത്ത് പോയി ഒരാളോട് സംസാരിക്കാനോട് അല്ലെങ്കിൽ കടയിൽ പോകാൻ അറിയില്ല. അപ്പോൾ കുറച്ചൊക്കെ അവരെ എൻജോയ് ചെയ്തോട്ടെ, അവരെ ആൾക്ക് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഇതും കൂടി ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ അവർ പോണ വഴികൾ പലതുമാണ്, നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത് പലതുമാണ്, നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ അറിയാല്ല. അപ്പോൾ ആവശ്യത്തിന് എല്ലാം വേണം, എന്നാൽ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് വേണം വിടാനും. അപ്പോൾ അതുകൊണ്ടിന് വേണ്ടി മാത്രം മനഃപൂർവ്വം ഞാൻ ഈ ഒരു വിഷ്വൽ കാണിച്ചാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് 25 വൃക്ഷത്തൈകളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചാണ്. അതുപോലെ അവരെല്ലാവരും KCIM ഗ്രൂപ്പുകളെല്ലാം കൂടി. പിന്നെ ഇത് പള്ളിയുടെ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, നേരെ മറിച്ച് ഇവരൊരു നല്ല കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ഉണ്ട്. എന്തായാലും അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. 2025 ആണ്ടിന്റെ മഹാജൂബിലിയോടനുബന്ധിച്ച് ഇവർ 25 പേരിന്ന് വൃക്ഷത്തൈകൾ നടുമ്പോൾ ആ വൃക്ഷത്തൈകള് ഉയരട്ടെ. ആ വൃക്ഷത്തൈകളിലൂടെ ഈ പ്രപഞ്ചത്തില് ഒത്തിരിയേറെ നന്മകൾ വർഷിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇപ്പൊ ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് പഴയ ഒരു KCIM പ്രസിഡന്റിനെ ഓർമ്മിക്കുകയാണ്, ജ്യോതിഷ്. കാരണം ജ്യോതിഷിനെ ഞാൻ ഓർമ്മിക്കാൻ കാരണം വേറൊന്നുമല്ല, നമ്മുടെ പള്ളിയുടെ ഈ പുതുക്കി പണിയുന്ന പള്ളിയുടെ സൈഡില് ഒരു ഇലഞ്ഞി തട്ടിട്ടുണ്ട്. അപ്പോ ഈ മെട്രോന്റെ പ്രൊജക്റ്റുമായിട്ട് ഇത് വിസ്തൃതമാക്കാൻ വന്നപ്പോൾ ആ മതിലൊക്കെ പണിയുന്ന സമയത്തും എല്ലാ ദിവസവും രാവിലെ ഒരു കപ്പെടുത്തിട്ട് അവിടെ വന്ന് ആ മരം കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് ഞാൻ എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞ് നോക്കുമ്പോൾ ജ്യോതിഷ് വന്ന് അവിടെ നിന്ന് ആ മരം നനക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇന്ന് ആ മരം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, നിറഞ്ഞ ഇലകൾ കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുകയാണ്. ജ്യോതിഷിന്റെ മനസ്സാണ് കാണുന്നത്. ജ്യോതിഷ് ഈ പ്രപഞ്ചത്തോട് പ്രകടിപ്പിക്കുന്ന മനസ്സാണ് കാണുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ നടുന്ന വൃക്ഷത്തൈകള് നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് പ്രഭാതത്തില് അല്പമെങ്കിലും വെള്ളം അതിന് കൊടുത്ത് അത് വളർത്തുകയാണെങ്കിൽ നിങ്ങളെ പോലെ തന്നെ അത് വളർന്ന് മറ്റുള്ളവർക്ക് തണലായി മാറും. നിങ്ങളും തണലായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും ഏറെ സ്നേഹത്തോടെ. പിന്നെ ഞങ്ങളും ഈ KCIM എന്നുള്ള സംഘടന ഒരു കുറേ കൊല്ലങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 17-18 കൊല്ലത്തോളെങ്കിലും KCIM മാത്രം ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അനിയന്മാരൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സപ്പോർട്ടും കൂടി ചെയ്യണമല്ലോ. അതിന് വേണ്ടിയും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത്. അത് ആരും മതപരമായിട്ടോ മറ്റു രീതിയിൽ കാണരുത് കേട്ടോ. അജോണ്ട് കൊടുത്തിട്ട് തുടങ്ങാൻ പോണേ. ശേഷം അച്ഛൻ ഇപ്പോഴത്തെ KCIM പ്രസിഡന്റിന് വൃക്ഷത്തൈ കൈമാറി അത് ഉദ്ഘാടനം ചെയ്യുകയും ബാക്കി 24 വീണ്ടും ഉണ്ടല്ലോ, അതവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ പള്ളിയിലെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ കിട്ടിയവരെയൊക്കെ വിളിച്ചിട്ട് അവരെ കൊണ്ടൊക്കെ ഷെയർ ചെയ്യിച്ചു. അതുപോലെ തന്നെ അതിനെക്കാട്ടി സന്തോഷം തോന്നിയത് ഈ കമ്മിറ്റി ഭാരവാഹികളൊക്കെ എപ്പോഴും ചെയ്യണമായിരിക്കും, അവിടെ എന്ന് വെച്ചാൽ അമ്മച്ചിമാരെയൊക്കെ വിളിച്ചിട്ട് കൊടുപ്പിക്കുകയുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഇതാണ് ജ്യോതിഷ് അച്ഛൻ നേരത്തെ പറഞ്ഞാൽ ഇദ്ദേഹം വെച്ച ഒരു വൃക്ഷത്തൈ നടുഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഏതാണ്ട് സെൻട്രൽ ഭാഗത്തായിട്ടൊരു പച്ച അവനന്ന് ആ വെച്ചതുകൊണ്ട് കുറച്ച് പേർക്ക് തണലാവാൻ സാധിച്ചു, അല്ലെങ്കിൽ തണലേകാൻ സാധിച്ചു അമ്മ കൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ 25 വൃക്ഷങ്ങളിപ്പോൾ നടനുണ്ട്, അതിൽ നിന്ന് നമുക്ക് തണലും അല്ലെങ്കിൽ കുറച്ച് ഫലവൃക്ഷങ്ങളൊക്കെ കിട്ടട്ടെ, അല്ലേ, എന്താണ് കായ്കളൊക്കെ കിട്ടട്ടെ. എന്തായാലും അതുപോലെ തന്നെ ഈ 25 പേർക്കും വേണമെങ്കിൽ മാറി വെള്ളം ഒഴിക്കാനുള്ളൊരു ഓപ്ഷൻ ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു സജഷൻ പറയുന്നുള്ളൂ. അവർക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഈ 25 എണ്ണത്തിൽ ഒരാൾ വെള്ളം ഒഴിക്കുന്ന, അടുത്ത ദിവസം അടുത്ത ആൾ ഒഴിക്കുക, അങ്ങനെയാണെങ്കിലും മനസ്സിലായി. 25 ദിവസം കൂടി വരുമ്പോഴല്ലേ പിന്നെ അവർക്ക് വരേണ്ട വരുള്ളൂ.
അല്ല അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ടെന്ന് പറയണേ. പലരും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കുമല്ലോ, അതും അവരുടെ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിത്തം കൊണ്ട് ബിസി ആയിരിക്കും. അപ്പോൾ അതെല്ലാം നടക്കണമല്ലോ പിള്ളേരെ. അപ്പോൾ എന്തായാലും സന്തോഷം. അതല്ലേ പള്ളിയിൽ പിന്നെ ആർക്കും ഒഴിക്കാൻ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇത് കാണിക്കാൻ കാരണം നിങ്ങളുടെ ഏരിയയിലൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഞാൻ പലരും എടുത്ത് പരിചയപ്പെടുത്താതെ എനിക്ക് പലരും പേര് കിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാനൊന്ന് ഓടിച്ചിട്ട് പറയണം കേട്ടോ. എന്തായാലും ഇതൊന്ന് ഓടിച്ചിട്ട് കാണിച്ചതിന് ശേഷം കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ ഇനി അറിയാനുണ്ട്. ഇനി അല്ലെങ്കിൽ ഇവരെന്താണ് ഈ വൃക്ഷത്തൈ നടാൻ പോണത് അതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. കാരണം അതും കൂടി നിങ്ങൾ കാണണമല്ലോ ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് അങ്ങനെ 25 പേർക്ക് ഏതാണ്ട് കൊടുത്ത് തീർന്ന് ശേഷം ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി അവിടെ എല്ലാവരും പള്ളിയുടെ വാതിക്കൽ ഇങ്ങനെ ഇരുത്തിയിട്ട് പള്ളിയും ഇവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ക്ലിപ്പ് എടുത്തതാണ്. ഒന്ന് അവരെ ഒന്ന് ഓടിച്ചിട്ട് കാണിക്കണ്ട, അല്ലെങ്കിൽ മോശമല്ലേ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലേ. അവർക്ക് ഒരു പ്രോത്സാഹനം വേണം, നിങ്ങൾ കാണുകയും വേണം, അറിയുകയും വേണം. എന്തായാലും ഇനി നമുക്ക് 2-3 വാക്കുകൾ കൂടി കേട്ടിട്ട് പോവാം, അതിലേക്ക് കിടക്കാം. വാ. അപ്പോൾ ഇതുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കണമല്ലോ. അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ ഇവരെ കൊണ്ടാവുന്ന രീതിയിൽ ഇന്ന് യൂത്ത് ഡേയും കൂടിയാണ് കേസ് ചെയ്യുന്നത്. അതിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് 25 വൃക്ഷത്തൈകൾ കണ്ടത്. ഞാൻ ചോദിക്കുന്ന അച്ഛനോട് ഈ ഇത്രയും പിള്ളേരിങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്യണതാണ് നമ്മുടെ കാണികൾക്ക് വേണ്ടി, എന്താണ് അതിനോട് പറയാനുള്ളത്? അല്ലെങ്കിൽ ഇതൊരു ചലഞ്ചായിട്ട് മറ്റുള്ളവർ ചെയ്യട്ടെ. അതിനുള്ള അതായത് നമുക്കറിയാവുന്നതുപോലെ ഇന്ന് തോടും പുഴയും എല്ലാം മലീമസമായിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ കാടുകൾ വെട്ടുകയും അതോടൊപ്പം തന്നെ മലകൾ നിരത്തപ്പെടുകയും തോടുകൾ മൂടപ്പെടുകയും ചെയ്യുമ്പോൾ ഇന്ന് ആഗോളതലത്തിൽ തന്നെ കാലാവസ്ഥ വ്യതിയാനവും അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ജീവിതം വളരെ ദുരിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായ ഫ്രാൻസിസ് പാപ്പ അതുകൊണ്ട് തന്നെ ആയിരിക്കും കാലത്തിനൊത്തവണ്ണം നമുക്കൊരു നല്ല തിരുവെഴുത്ത് നൽകിയിരിക്കുന്നത്. ലൗദാത്തോ സി, അതായത് കർത്താവേ സ്തുതി. ഈ പൊതുഭവനം നൽകിയിട്ടുള്ള ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് ഈ പൊതുഭവനം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് 2015 ഈ ഒരു തിരുവെഴുത്ത് ലോകത്തിന് നൽകിയത്. ഇന്ന് ലോകത്തിലെ നേതാക്കന്മാർ ഒരുമിച്ചുകൂടി ഈ പ്രപഞ്ചം സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പല ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്ക് നമ്മളാൽ കഴിയുന്ന വണ്ണം നമ്മുടേതായിട്ടുള്ള ജീവിക്കുന്ന സ്ഥലങ്ങളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും അതോടൊപ്പം തന്നെ ഉചിതമായിട്ടുള്ള കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുവാൻ നാം നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ചെയ്യുവാനായിട്ട് നമ്മൾ ഉദ്യമിക്കണം. എനിക്ക് തോന്നുന്നു ഈ KCUM യുവജനത ഇതിനുവേണ്ടി ഈ സംരംഭം കാണിക്കുമ്പോൾ 25 വൃക്ഷങ്ങൾ ഇവിടെ നട്ടുകൊണ്ട് അവർ ഒരു നല്ല മാതൃക സമൂഹത്തിന് കൊടുക്കുകയാണ്. കാരണം ഇത് വളർന്ന് മറ്റുള്ളവർക്ക് തണലാകുവാനും മറ്റുള്ളവർക്ക് നല്ല ഫലങ്ങൾ കൊടുക്കുവാനും സാധിക്കട്ടെ. അവരുടെ നല്ല മനസ്സ് ശോഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്ന കാരണം പറയുന്നത്, പലരും പറയും ഞാനൊരാളിത് വിചാരിച്ചുകൊണ്ട് ഈ ലോകം നന്നാവില്ല. അങ്ങനെയല്ല, നിങ്ങൾ ഒരാൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 25 പിള്ളേർ ചെയ്തു, ഇത് കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ചെയ്യാൻ തോന്നി, അതാണ് ഞങ്ങളുടെ വിജയം. അത് കുഞ്ഞുണ്ണി മാഷ് പറയുന്ന ഒരു കാര്യം, ഞാൻ നന്നായാൽ എൻ്റെ കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ എൻ്റെ ഗ്രാമം നന്നാവും, ഗ്രാമം നന്നായാൽ എൻ്റെ നഗരം നന്നാവും, നഗരം നന്നായാൽ എൻ്റെ ലോകം നന്നാവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു കൊച്ചു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റുള്ളവരത് ചൂടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ നന്മയിലേക്ക് നയിക്കുന്നതിന് തുല്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ എന്ത് നല്ലത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ആലോചിച്ചു, മറ്റുള്ളത് ആലോചിക്കും. ഓക്കെ ശരി, താങ്ക് യു. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ പരിപാടികൾ നടത്തുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും കൂടി അതിൽ ആഡ് ചെയ്യുക. കാരണം വളരെ സന്തോഷം തോന്നി ഇവരിങ്ങനെ 25 ചെടികൾ വൃക്ഷത്തൈകൾ നട്ടപ്പോൾ. അച്ഛനെന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരു 2 വാക്ക് ഒന്ന് പരിചയപ്പെടുത്തി. സത്യമായിട്ട് ഇരിക്കും പേരറിയില്ല. എൻ്റെ പേര് ഹൃദിൻ. അച്ഛൻ്റെ സ്ഥലം പറവൂര്. അച്ഛൻ ഇന്ന് ഇവരൊപ്പം കൂടിയിട്ട് എന്ത് തോന്നി? ഒന്ന് 2 വാക്ക്. സന്തോഷമുണ്ട്. ഓക്കെ, ഇനി ഒരാളും കൂടി ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ കേട്ടോ. മെയിൻ ആൾക്കാരെ കുറച്ച് ICYM-ന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആണല്ലേ? ആയിരുന്നു. ആന്റണി ജൂഡ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനെ നിങ്ങൾ എല്ലാവരും അറിയാനാണ്. പിന്നെ നമ്മുടെ KCI-ന്റെ പ്രസിഡന്റ് ആരാണ് ഇപ്പോഴത്തെ? അജോണാണ് പ്രസിഡന്റ്. അപ്പോൾ എന്തായാലും ഒരു എന്താണ് നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് എന്ന് പറയുന്നതാണ്. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ എല്ലാവരും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്.
ആദ്യമായിട്ടാണ് കേരളക്കരയിലെ ഏറ്റവും ആദ്യമായിട്ടാണ് KC വൈര്യം ഒരു ഇടവക യൂണിറ്റ് ലൗഡാട്ടോ സീൻ്റെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് 25 വൃക്ഷത്തൈകൾ നടന്നത്. ഈ ലൗഡാട്ടോ സീ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഇടവ തലത്തിൽ ഏറ്റെടുക്കുന്നത് അത് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. ഇനിയും മരങ്ങൾ നട്ടുകൊണ്ട് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാം. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതുപോലുള്ള അല്ലേ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള മനോഹര വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ ചാനലിലൂടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു. ഒരു ബൈ കൊടുത്തരും. ഓക്കെ, താങ്ക് യു.